ഈ നോട്ടിഫിക്കേഷനുകളൊക്കെ ഇനി 3 വർഷത്തിന് ശേഷമേ ഉണ്ടാവുകയുള്ളൂ. ഏതൊക്കെയാണ് ആ നോട്ടിഫിക്കേഷൻ എന്നറിയോ? പറഞ്ഞു തരാം. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷന് വേണ്ടി കുറെ അധികം കാലമായിട്ട് നമ്മൾ കാത്തിരിക്കുകയായിരുന്നു. ഫൈനലി യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ എന്ന് വരും എന്നുള്ള ഉറപ്പ്, ആ ഒരു തീയതി PSC ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ്. അതുമാത്രമല്ല, കൂടെ മറ്റ് ചില നോട്ടിഫിക്കേഷൻസും കൂടി നമുക്കായിട്ട് പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പൊ അത് ഏതൊക്കെയാണെന്ന് നോക്കാം. എല്ലാവർക്കും നമസ്കാരം, എൻട്രിയിലേക്ക് സ്വാഗതം. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ വിജ്ഞാപനം തയ്യാറായിരിക്കുകയാണ്. നവംബറിൽ തന്നെ അത് പബ്ലിഷ് ചെയ്യും എന്ന് ഓൾറെഡി PSC നമ്മളെ അറിയിച്ചിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം ചേർന്ന PSC യോഗത്തിൽ എന്നാണ് നോട്ടിഫിക്കേഷൻ വരുന്നത് എന്നുള്ള തീയതി കൂടി പറഞ്ഞു വെക്കുന്നുണ്ട്. അതോടൊപ്പം അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ കണ്ടിരുന്നു, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ അസിസ്റ്റന്റ് പോസ്റ്റിലേക്കുള്ള ആ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നു. അത് മാത്രമല്ല വരുന്നത്, എല്ലാ വർഷവും നമ്മളെ കാത്തിരിക്കുന്ന SI നോട്ടിഫിക്കേഷൻ, നമ്മൾ എന്നും പ്രതീക്ഷിച്ചിരുന്ന ഡിസംബറിൽ വരും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന SI നോട്ടിഫിക്കേഷനും നവംബറിൽ തന്നെ നമുക്ക് വരുന്നു. അതോടൊപ്പം തന്നെ അസിസ്റ്റന്റ് ജയിലർ പോസ്റ്റിലേക്ക്, പ്രിസൺസ് ആൻഡ് കറക്ഷണൽ സർവീസിൽ അസിസ്റ്റന്റ് ജയിലർ പോസ്റ്റ്, നമ്മൾ ഇതിനു മുമ്പ് ഡിഗ്രി ലെവൽ നോട്ടിഫിക്കേഷൻസ് 2026 നടക്കാൻ പോകുന്ന ഡിഗ്രി ലെവൽ പരീക്ഷകൾ ഏതൊക്കെ എന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ കൃത്യമായി പറഞ്ഞതാണ് അസിസ്റ്റന്റ് ജയിലറിന്റെ നോട്ടിഫിക്കേഷൻ വരുമെന്നുള്ളത്. നമ്മൾ ഡിസംബറിൽ പ്രതീക്ഷിച്ചു, PSC നമുക്കത് നവംബറിലെ തരുന്നു. ഇനി ഈ 3 നോട്ടിഫിക്കേഷൻ, ഡിഗ്രി ലെവൽ ഉദ്യോഗാർത്ഥികൾക്ക് എഴുതാൻ കഴിയുന്ന ഈ 3 എക്സാംസിലേക്കുള്ള നോട്ടിഫിക്കേഷൻ വരുന്നത് എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നവംബർ 28-നാണ്. ഈ വർഷം നവംബർ 28-ാം തീയതി നോട്ടിഫിക്കേഷൻ വരും. ആ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് ഡിസംബർ 31 വരെ നമുക്ക് അപേക്ഷിക്കാനുള്ള തീയതി ഉണ്ടാകും. ഈ 2 ഡേറ്റുകളും നിങ്ങൾ മറന്നു പോകരുത്. നിങ്ങളുടെ ഭാവി നിർണ്ണയിക്കുന്ന തീയതികളാണ്. കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷൻ ഓൾറെഡി നമുക്ക് വന്നിട്ടുണ്ട്. നവംബർ 19 അതിന്റെ അപേക്ഷാ തീയതി അവസാനിക്കുന്നത്. അതുപോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അതിനു മുമ്പ് SBCID, അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലും എക്സൈസ് ഇൻസ്പെക്ടറും ഒക്കെ വന്നിരിക്കുകയാണ്. അപ്പോ ഇനി ആ ഒരു ലിസ്റ്റിലേക്ക് ആഡ് ഓൺ ചെയ്യപ്പെടാനുള്ളതാണ് ഈ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, SI, അതുപോലെ തന്നെ അസിസ്റ്റന്റ് ജയിലർ. ഏകദേശം 8ഓളം പോസ്റ്റുകളിലേക്കുള്ള നോട്ടിഫിക്കേഷൻ വരുമെന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഡിഗ്രി ലെവൽ ഹോൾഡേഴ്സിന് വേണ്ടി. അതിൽ ഓൾറെഡി ഒരു 4 എണ്ണം വന്നു, 3 എണ്ണം വരാൻ പോകുന്നു. ഇനി ഒരു നാഷണൽ സേവിങ്സ്, അസിസ്റ്റന്റ് ഡയറക്ടർ നാഷണൽ സേവിങ്സ് നോട്ടിഫിക്കേഷനും കൂടി നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അതും ഉടനെ തന്നെ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇനി സമയം കളയാനില്ല, ഊർജിതമായി തന്നെ പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ്. സോ ആക്റ്റീവ് ആയിട്ട് പഠിച്ചു തുടങ്ങുക. നവംബർ 28-ന് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെയും SIയുടെയും അസിസ്റ്റന്റ് ജയിലറിന്റെയും ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷൻസ് വരികയാണ്. ഈ ഒരു എക്സാംസിന്റെ ഒക്കെ പ്രീവിയസ് റാങ്ക് ലിസ്റ്റ്, അതിന്റെ ഡീറ്റെയിൽസിനെ ഒക്കെ കുറിച്ച് നമ്മൾ ഓൾറെഡി വീഡിയോ നമ്മുടെ ഈ ചാനലിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. 2026 നമ്മൾ പ്രതീക്ഷിക്കുന്ന ഡിഗ്രി ലെവൽ പരീക്ഷകൾ ഏതൊക്കെ ഓൾറെഡി ചെയ്തു വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടു നോക്കാം. ഇനി പഠിച്ചു തുടങ്ങാനായിട്ടും നിങ്ങൾ വേറെങ്ങും പോകണ്ട. നമ്മുടെ ബിപിൻ സാറിന്റെ നേതൃത്വത്തിലുള്ള ഡിഗ്രി ലെവൽ ഒരു ഗോൾഡ് ബാച്ച് ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. റണ്ണിംഗ് ആണ്, അഡ്മിഷൻസ് നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഉടൻ തന്നെ ബാച്ച് ക്ലോസ് ചെയ്യുന്നതാണ്. സോ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മികച്ച ഗൈഡൻസോട് കൂടിയിട്ട്, മികച്ച സ്റ്റഡി പ്ലാനോട് കൂടിയിട്ട് നല്ല രീതിയിൽ തന്നെ പഠിച്ച് ഈ ഡിഗ്രി ലെവൽ എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ മറക്കണ്ട, നവംബർ 28-ന് നമ്മുടെ ഭാവി നിർണ്ണയിക്കുന്ന ആ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, കൂടെ SI, അസിസ്റ്റന്റ് ജയിലർ പോസ്റ്റുകളിലേക്കുള്ള നോട്ടിഫിക്കേഷൻ വരികയാണ്. സോ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് റെഡി ആവുക, പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക, കിടിലമായിട്ട് പഠിച്ചു തുടങ്ങുക. 7 നോട്ടിഫിക്കേഷൻസ് ആണ് ഇതോടുകൂടി 7 നോട്ടിഫിക്കേഷൻസ് ആണ് ഡിഗ്രി ലെവലിന് വരാനായിട്ട് പോകുന്നത്. അപ്പോ ചില്ലറ ഒരു ചെറിയ അവസരമല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെച്ചോളുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഇനി ഒരുപാട് കാര്യങ്ങൾ ഡിഗ്രി ലെവൽ എക്സാംസുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാനുണ്ട്. വീണ്ടും കാണാം. താങ്ക് യു.